പ്രിയപ്പെട്ടവരെ, നടൻ ജയസൂര്യക്കെതിരെ യുവനടിയുടെ പരാതി. പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അപമര്യാദയായി പെരുമാറി എന്നാണ് പരാതി. പരാതിക്കാരിയുടെ പ്രാഥമിക മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആർ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപാൽ, ഇതുവരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ നടിമാരിൽ ആരെങ്കിലും ഒരാളാണോ, അതോ അതല്ല പുതുമുഖമാണോ? അരുൺകുമാർ, നേരത്തെ പരസ്യമായി ജയസൂര്യക്കെതിരെ പേര് പറയാതെ ആരോപണം ഉന്നയിച്ച നടി തന്നെയാണ് ഇപ്പോൾ ഈ പരാതിയുമായി പോലീസ് മേധാവിയെ സമീപിച്ചത്. പരാതി ലഭിച്ചത് തൊട്ടു പിന്നാലെ തന്നെ പൂങ്കുഴലി സംസാരിച്ചു ഈ പരാതിക്കാരിയുമായി. ഐശ്വര്യ ഡോങ്റെ അടക്കമുള്ള വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ പ്രാഥമികമായ മൊഴി ശേഖരിച്ചു കഴിഞ്ഞു. ഇനി വളരെ വിശദമായ ഒരു മൊഴി ഉടൻ തന്നെ ഈ പരാതിക്കാരിൽ നിന്നും സ്വീകരിക്കും. ഉടൻ പോലീസ് കേസെടുത്ത് അത് പ്രത്യേക അന്വേഷണ സംഘം തന്നെ അതിലും അന്വേഷണം നടത്തും. തൊടുപുഴയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ചാണ് ജയസൂര്യ അപമര്യാദയായി പെരുമാറിയത്, കടന്നുപിടിച്ചത് എന്നായിരുന്നു നേരത്തെ ആരോപണം ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതിയുമായി പോലീസ് മേധാവിക്കരികിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പരാതികൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഓരോ പരാതികളും പ്രാഥമികമായി പരിശോധിച്ച് പരാതിക്കാരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ വന്ന പരാതിയിൽ ഇന്നലെ തന്നെ സിദ്ദീഖിനെതിരെ കേസ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തതും. ഓക്കെ, നമുക്കൊപ്പം ജയസൂര്യക്ക് എതിരെ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു. ജയസൂര്യക്കെതിരെ ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ അവർ തന്നെയാണ്. പക്ഷേ അപ്പോഴും റോഷി, ഒരു സൂപ്പർ സ്റ്റാർ എന്ന് മാത്രമാണ്, ഒരു യുവ സൂപ്പർ സ്റ്റാർ എന്നാണ് നടി മാധ്യമങ്ങളോടടക്കം പറഞ്ഞിരുന്നത്. പേര് പറയാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഇവരൊരുമിച്ചുള്ള ചിത്രങ്ങൾ കൂടി നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ എന്തായാലും അവർ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അല്ലേ റോഷി? വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാകും. സാക്ഷിമൊഴികൾ, ആ സാഹചര്യത്തിൽ അവിടെ ഈ നടി ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ ഈ ആരോപണ വിധേയനായ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു, ജയസൂര്യ അവിടെ ഉണ്ടായിരുന്നോ എന്നടക്കം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും മൊഴി പ്രാഥമികമായി ശേഖരിച്ചു കഴിഞ്ഞു. ഇനി വളരെ വിശദമായ മൊഴിയും ശേഖരിക്കും. അതിനു മുമ്പ് തന്നെ അതിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത. ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ, ഈ അന്വേഷണ സംഘത്തിന് രൂപീകൃതമായപ്പോൾ തന്നെ പൂങ്കുഴലി ഈ സിനിമാ നടിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അതിനുശേഷമാണ് അവർ പരാതി പോലീസ് മേധാവിക്ക് നൽകിയതും പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്ന നിലപാടെടുക്കുകയും പരാതി പോലീസ് മേധാവിക്ക് നൽകുകയും ചെയ്തത്. ഏതായാലും അതിനുശേഷം ഐശ്വര്യ ഡോങ്റെ SP ഇവരുമായി, ഈ പരാതിക്കാരിയായ ഈ യുവനടിയുമായി സംസാരിച്ചു. ഏതായാലും FIR ഏറെ താമസിയാതെ രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത. എന്തൊക്കെ വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്നതാണ് ആ കാര്യത്തിലുള്ള ഒരു പരിശോധന ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഏതായാലും ഈ സംഭവം നടന്ന തൊടുപുഴ ലൊക്കേഷൻ, ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ, ഈ ലൊക്കേഷൻ്റെ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണോ ആ പോലീസ് സ്റ്റേഷനിലായിരിക്കും FIR രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ആ കേസും ഈ അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ് ചെയ്യുക. ആ രീതിയിലാണ് ഇപ്പോൾ ഈ പരാതികൾ കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും വിശദമായ മൊഴിയെടുത്ത് നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയതുകൊണ്ട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണവും ഒരു തരത്തിലും ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഈ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ ഇല്ലാത്ത ഒരു അവസരം നൽകാത്ത രീതിയിൽ വളരെ രഹസ്യമായാണ് മൊഴിശേഖരണവും അല്ലെങ്കിൽ ഈ അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇപ്പോൾ നടൻ ജയസൂര്യക്കെതിരെയും പരാതി ലഭിച്ചിരിക്കുന്നു രേഖാമൂലം എന്നുള്ളതാണ്. യുവനടിയാണ്, നേരത്തെയുള്ള ഈ ആരോപണം ഉന്നയിച്ച നടി തന്നെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ പോലീസിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷിക്കാൻ ഒരു കൂട്ടം പരാതികളായിട്ടുണ്ട്. നടൻ ജയസൂര്യക്കെതിരെ പരാതിയായി, സിദ്ദിഖിനെതിരെയുള്ള പരാതി വന്നു, മുകേഷിനെതിരെയുള്ള പരാതി വന്നു, മണിയൻപിള്ള രാജുവിനെതിരെയുള്ള പരാതി വന്നു, നമ്മുടെ രഞ്ജിത്ത്, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെയുള്ള പരാതി വന്നു, ഇടവേള ബാബുവിനെതിരെയുള്ള പരാതി വന്നു. അപ്പോൾ പരാതികളുടെ ഒരു നീണ്ട നിര ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പരാതി കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ ആരോഗ്യകരമായൊരു കാര്യമാണ്. ആരോപണം ഉന്നയിച്ച് പോവുകയല്ല തങ്ങൾ ചെയ്തത്, തങ്ങൾ ഔദ്യോഗികമായി പരാതി നൽകും. അതിനുള്ള തെളിവുകൾ പോലീസാണ് കണ്ടെത്തേണ്ടതെങ്കിലും ആ തെളിവുകൾ ശേഖരിക്കുമ്പോൾ ഞങ്ങൾ ഒപ്പം നിൽക്കും എന്നാണ് പരാതിക്കാർ പറയുന്നത്. വളരെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നുവിട്ട ഭൂതം ആരെയൊക്കെ എവിടെയൊക്കെയാണ് ഭീതിപ്പെടുത്തിയിരിക്കുന്നത് പറയാനാവില്ല. മൊത്തം അടിമുടി കുലുങ്ങിയിരിക്കുകയാണ്. ഒരു സംഘടന തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർചലനങ്ങൾ എത്തിച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം.